ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഒരുപാട് വാർത്തകൾ ഉണ്ട്, എന്തായാലും നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് 2-3 കാര്യങ്ങൾ, അതായത് ഇറാനുമായിട്ടുള്ള ഡീല് ശരിക്കും യുറേനിയം തിരികെ തന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ എല്ലാ സാങ്ഷൻസും ഉപരോധങ്ങളും എടുത്തു മാറ്റാം എന്ന് വിചാരിക്കേണ്ട. യുറേനിയം തരുന്നത് ഇറാൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും, അതേപോലെ സാങ്ഷൻസ് എലിവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക പതിയെ തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഇറാൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് അതിൽ തീരുമാനമെടുക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇറാനാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് വെക്കുന്നത് നഷ്ടപരിഹാരം വേണം. ഇപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് $24 ബില്യൺ വർത്ത് വരുന്ന അസറ്റ്, ഇറാൻ്റെ അസറ്റാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫ്രോസൺ അസറ്റായിട്ടുള്ളത്. ആ അസറ്റുകൾ റിലീസ് ചെയ്യണമെന്ന് ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഒരു ബോൾഡായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. മിഡ് ടേം ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ വാർത്തകൾ അമേരിക്കയുടെ ഉള്ളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് ഡെമോക്രറ്റുകളുടെ സൈഡിൽ നിന്നും. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്, എലക്ഷൻ എനിക്കൊരു വിഷയമേ ഇല്ല, ഐ ഡോണ്ട് കെയർ അബൌട്ട് മിഡ് ടേം ഇലക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇറാൻ ഒരു ഭീഷണിയാണ്, അമേരിക്കയ്ക്ക് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇറാൻ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം ഇതിൽ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇറാൻ്റെ നോർത്തേൺ ഇറാൻ്റെ ഭാഗത്ത് ശരിക്കും ചില സ്പെസിഫിക് ഏരിയകളിലേക്ക് അമേരിക്ക അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. IRGCയുടെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് ബന്ദർ അബ്ബാസ് തുറമുഖത്ത് അതിൻ്റെ അടുത്ത് ചില നിർണായക ഏരിയകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇറാൻ നിരവധി ഡ്രോണുകൾ അവിടെ നിന്ന് അയക്കുകയുണ്ടായി. ആ ഡ്രോൺ എല്ലാം തന്നെ അമേരിക്ക ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൽ ചില ഡ്രോണുകൾ കുവൈറ്റിൻ്റെ ഉള്ളിലേക്ക്, അവിടെയുള്ള അമേരിക്കൻ ബേസിന് മേളിൽ ടാർഗറ്റ് ചെയ്ത് പറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. കുവൈറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനുമായി ചേർന്ന് ടോൾ പിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒമാനെയും ഞങ്ങൾ സാങ്ഷൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഒമാനെതിരെയും ഒരു താക്കീത് അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒമാൻ ഇറാനുമായി ചേർന്ന് ടോൾ പിരിക്കാനാണ് തീരുമാനമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒമാനുമായിട്ട് ചർച്ച നടത്തി ടോൾ പിരിച്ചിട്ട് ഒരു 2 ബില്യനൊക്കെ ഒമാനിന് കൊടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്ന ആ പരിപാടിയും അമേരിക്ക തകർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബന്ദർ അബ്ബാസ് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാക്ക് നടത്തിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സോൾജേഴ്സിന് ഒരു ഭീഷണിയാണ്. അവിടെ നിന്നുകൊണ്ട് അവർ അമേരിക്കൻ ട്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തിയതെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. പിന്നെ ഹംഗേരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം, ഈ ഹംഗേരിയിൽ വിക്ടർ ഓർബന്റെ നിലപാടുകൾക്കെതിരെ ഘോര പ്രസംഗം നടത്തിയിട്ടാണ് പീറ്റർ മെഗിയാർ അവിടെ ചുമതലയേൽക്കുന്നത്. എനിവേ അൾട്ടിമേറ്റ്ലി ഡെമോക്രാറ്റിക്കലി ഇലക്ഷൻ നടന്നു എന്നൊക്കെ പറയുന്നെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ഇടപെടൽ അവിടെ നല്ല രീതിയിലുണ്ടായിരുന്നു. എനിവേ പീറ്റർ മെഗിയാർ വിജയിച്ചെങ്കിലും ഇപ്പോൾ നിലവിൽ ഹംഗേരി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്നും വിഡ്രോ ചെയ്യുന്നതായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ്. ഇത് വിക്ടർ ഓർബന്റെ 2025 സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നതാണ്. കാരണം അന്ന് വിക്ടർ ഓർബൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേ തീരുമാനമാണ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വിക്ടർ ഓർബന്റെ ആ തീരുമാനമാണ് ഇപ്പം നടപ്പിലായിരിക്കുന്നത്. IDF ആണെന്നുണ്ടെങ്കിൽ ലെബനന്റെ ഉള്ളിൽ 150 സ്ഥലങ്ങളിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതിൽ ബെയ്റൂത്തിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ബെയ്റൂത്തിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ട് ലിറ്റാനി റിവർ കഴിഞ്ഞിട്ട് മറ്റൊരു റിവർ ഉണ്ട്, സഹ്റാനി റിവർ എന്ന് പറഞ്ഞിട്ടുള്ള റിവർ. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ലിറ്റാനി റിവറിൻ്റെ സ്ഥലത്തിൽ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ 2 ലൈൻ നിങ്ങൾക്ക് കാണാം. ഇതിൽ മിഡിൽ കാണുന്ന ലൈനാണ് ലിറ്റാനി റിവർ. അത് കഴിഞ്ഞിട്ടാണ് സഹ്റാനി റിവർ ഉള്ളത്. ആ സഹ്റാനി റിവർ വരെയുള്ള ആൾക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് IDF ലെബനൻ്റെ ഉള്ളിൽ ശക്തമായി മുന്നേറുകയാണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും IDFനും കാഷ്വാലിറ്റീസ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നും കൂടി ഒരു ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ലെബനൻ്റെ ഉള്ളിൽ. ഫ്രണ്ട് ലൈനിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ നേരെ മറിച്ച് ബെയ്റൂത്തിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തിയ അറ്റാക്ക് എന്ന് വെച്ചാൽ മാസീവായിട്ടുള്ള അറ്റാക്കാണ്. പ്രത്യേകിച്ച് അലി അൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ഹിസ്ബുള്ള നേതാവിനെ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. ഈ അലി അൽ ഹുസൈൻ എലിമിനേറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്താണ് ലെബനൻ്റെ ഉള്ളിൽ ബെയ്റൂത്തിൽ
തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. അതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ നോർത്തേൺ ഗാസ സൈഡിൽ ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഗാസ ബ്രിഗേഡിയർ ജനറലിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെപ്യൂട്ടി ജനറൽ ഇൻ നോർത്തേൺ ഗാസ, അങ്ങനെ 2 വ്യക്തികളെ ടാർഗറ്റ് ചെയ്താണ് അവിടെ അറ്റാക്ക് നടത്തിയത്. പിന്നെ ഒരു സംഭവം സ്വിറ്റ്സർലാൻഡൊക്കെ ഭയങ്കര സമാധാന പ്രിയരാണ്. അവർ ശരിക്കും ഭയങ്കരമായിട്ട് പ്രസംഗം നടത്തുന്ന ആൾക്കാരാണ്. സ്വിറ്റ്സർലാൻഡിൽ സൂറിച്ചിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ 31 വയസ്സുള്ള ഒരു യുവാവ് തീവ്രവാദി തന്നെയാണ്, കത്തിയെടുത്തുകൊണ്ട് പോയി കുത്തുകയാണ്. അതും 3 സ്കൂൾ കുട്ടികൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിസിബിലിറ്റിയിൽ വെച്ചിട്ടാണ് ഈ തീവ്രവാദ ആക്രമണം ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണിൽ കാണുന്ന ആൾക്കാരെ കത്തിയെടുത്ത് കുത്തുകയാണ് ഇവൻ. അപ്പം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറിച്ച് എന്നല്ല, ഇനി എത്ര ഉന്നത നിലയിലുള്ള എത്ര സമാധാന പ്രിയർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ രാജ്യത്തും തീവ്രവാദം തീവ്രവാദം. ആ സോഫ്റ്റ്വെയർ ഉള്ളിലുണ്ടോ തീർച്ചയായിട്ടും അവൻ കുത്തിയിരിക്കും. പിന്നെ അവിടെ പോയിട്ട് മറ്റുള്ളവരെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചാൽ ഈ തീവ്രവാദികൾ ഇത്തരത്തിൽ അഴിഞ്ഞാടുമ്പോൾ മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിംസിനെ, സമാധാനമായിട്ട് ആ രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന മുസ്ലിം മതവിശ്വാസികളെ കൂടി ഇത് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനും അവരെ ആ രീതിയിൽ നോക്കിക്കാണാനും ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ. ഇത് ചെയ്യുന്ന ഓരോരുത്തരും അതാണ് ചിന്തിക്കേണ്ടത്. തീവ്രവാദികൾ എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്, മറ്റത് മെജോറിറ്റിയാണ്. അപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയും സമാധാനമില്ലാതാക്കുന്ന ഒരു സമാധാന പ്രക്രിയയാണ് ഇങ്ങനത്തെ പ്രവർത്തികൾ. എനിവേ, അതിൻ്റെ ഫൂട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വിന്റർത്തർ ട്രെയിൻ സ്റ്റേഷനിലാണ് ഈ സംഭവം. ഇതൊരു രസകരമായിട്ടുള്ള വാർത്തയാണ്. ബിൽബോർഡാണ്. ഈ ബിൽബോർഡ് ഉള്ളത് പാലസ്തീൻ സ്ക്വയർ എന്ന് വിളിക്കുന്ന സ്ഥലം, ഇത് ഇറാനിലാണുള്ളത്. ഈ പാലസ്തീൻ സ്ക്വയറിൽ ഈ ഒരു ബിൽബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബിൽബോർഡിൽ 5218 ദിവസം, കൃത്യമായിട്ട് ഇന്ന് മുതൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള ഒരു ബിൽബോർഡാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവരൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇസ്രായേൽ നിങ്ങൾക്ക് ജസ്റ്റ് 15 ഇയേഴ്സാണ് ടൈം ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 വർഷത്തിൽ ഇസ്രായേലിനെ ഇവർ തുടച്ചു മാറ്റും എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10.24 മില്യനാണ് ഇസ്രായേലിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ. അതിൽ 1.849 മില്യൺ മുസ്ലിംസാണ്. മുസ്ലിം പോപ്പുലേഷൻ നല്ല രീതിയിൽ ഫ്ലോറിഷ് ആകുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ. അത് കമ്പാരിറ്റീവ്ലി ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്താണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള അറബ് മുസ്ലിംസിൻ്റെ പോപ്പുലേഷൻ ഗ്രോത്ത്. അത് ഇസ്രായേലിൻ്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അവരാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് 60% ഗാസ ഞങ്ങളുടെ സൈഡിലാണ്, ഞങ്ങൾ ഇനിയും ഒരു 10% കൂടി അതിനെ കയറി പിടിച്ച് ഒരു 70% ഗാസ ഇസ്രായേലിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മര്യാദയ്ക്ക് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞങ്ങൾ ഈ സ്ഥലം അങ്ങ് എടുക്കും എന്നാണ് അതിൻ്റെ സൂചന. അതേപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലും ഇസ്രായേൽ അവരുടെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ പുതിയ മേഖലകൾ ടയർ, അതേപോലെ നബാട്ടിയ, ആ ഏരിയയിൽ എവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. പുതിയ വില്ലേജുകൾക്ക് എവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം, കാരണം അവിടെ അറ്റാക്ക് നടത്താൻ പോവാണ്. അതേപോലെ സദൻ ലെബനാനിലും ബെക്ക വാലിയിലെ സൈഡിലും തകർത്ത് വെച്ച ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. എയർ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. നാസ അൺവൈൽഡ് ഫസ്റ്റ് ഫേസ് ഓഫ് അവരുടെ ലൂണാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ റോബോട്ടും ഹ്യൂമൻസും കൂടി മൂണിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ലോങ് ടേം പ്രോജക്റ്റ്, കുറേ കാലം ലെങ്തി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ്, ഫസ്റ്റ് ഫേസ് ബ്ലൂ പ്രിന്റ് എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് റോബോട്ടുകളുടെ ഹെൽപ്പോടുകൂടി കൃത്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഷെൽട്ടറുകൾ അവിടെ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർക്ക് കുറച്ച് നീണ്ട നാൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു ഇടത്താവളമായിട്ട് അവിടെ നിന്നും മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള ശ്രമങ്ങൾ, ചൊവ്വ പോലത്തെ ഗ്രഹങ്ങളിലേക്കൊക്കെ യാത്ര നടത്താനുള്ള ശ്രമങ്ങൾ ഒരു ഇടത്താവളമായിട്ട് അതിനെ ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഹ്യൂമൻ്റെ ഒരു സർവൈവൽ പോയിന്റും കൂടിയാണ്. അതായത് മനുഷ്യൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിർണായക വഴിത്തിരിവ് കൂടിയാണ് ഈ ലൂണാർ പ്രോജക്റ്റ്.
ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഗാസ പീസ് അക്കോർഡ് നിർമ്മിച്ചിട്ട് ഇതുവരെ കൃത്യമായിട്ട് പറഞ്ഞ രാജ്യങ്ങളൊന്നും ഫണ്ടുകൾ അതിനകത്ത് ഇപ്പം നിക്ഷേപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇപ്പം ഫണ്ടിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഗാസ പീസ് അക്കോർഡ് സൈൻ ചെയ്ത് എല്ലാം ഭയങ്കര സംഭവങ്ങളായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഈ പീസ് അക്കോർഡും ഇസ്രായേൽ നടത്തുന്ന അറ്റാക്കും ഇന്നുകൂടി പറഞ്ഞിട്ടുണ്ട് 70% സ്ഥലങ്ങൾ ഞങ്ങൾ ഗാസയിൽ പിടിച്ചെടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ പീസ് അക്കോർഡ്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ട്രംപിനെ ഈ വിഷയത്തിൽ നമുക്ക് വട്ടപൂജ്യമായിട്ട് വേണമെങ്കിൽ കരുതാം. ഈ ഗാസ വിഷയത്തിൽ നിന്നും ട്രംപ് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാണക്കേടാണ്. ഇയാളിങ്ങനെ പീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നെതന്യാഹു തകർത്ത് വെച്ച് അറ്റാക്ക് നടത്തുകയാണ്. ഇസ്രായേൽ KC-46A എന്ന് പറഞ്ഞിട്ടുള്ള പെഗാസസിൻ്റെ എയർക്രാഫ്റ്റ്, റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് 6 ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഇസ്രായേലിൻ്റെ നെവാറ്റിം എയർബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബോയിങ് 707 കാറ്റഗറിയിൽപ്പെട്ട വിമാനമാണ് ഇപ്പം ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. അതവർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 6 ഓർഡർ ചെയ്തിരിക്കുന്നത്. യുദ്ധം തുടങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്മൂത്തായിട്ട് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം 2ാമത്തെ തവണയാണ് അമേരിക്ക ഇറാൻ്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇറാൻ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഓൺലി ഡ്രോൺ മാത്രമാണ് അവർ കുവൈറ്റിലേക്ക് അയച്ചത്. അത് രാവിലെ വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്കാണ് ഇറാൻ ഡ്രോൺ അയച്ചത് കുവൈറ്റിലേക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച എൻറ്റയർ ഡേ വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ വിഷയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയ ടെൻഷനുണ്ട്. ഇറാൻ്റെ എയർ സ്പേസ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. ശരിക്കും ഇറാൻ്റെ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. അത് ഇതുവരെ IRGCയുടെ സൈഡിൽ നിന്നും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് വന്നിട്ടില്ല. അത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. യുദ്ധത്തിലേക്ക് പോകാതെ ഇറാൻ്റെ എൻറിച്ച്ഡ് യുറേനിയം കൈക്കലാക്കി മുന്നോട്ട് പോവുമെങ്കിൽ അത്രയ്ക്ക് നല്ലത്. പക്ഷേ സിറ്റുവേഷൻ അങ്ങനെയല്ല ഡെവലപ്പ് ആകുന്നത്. ഫ്ലെക്സിബിൾ ഇറാൻ ഒരു കാരണവശാലും അവരുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എനിവേ യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സിറ്റുവേഷൻ ഒരു യുദ്ധം ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് കൂടുതൽ നടന്നെടുക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.